ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട്, അതായത് ഈ ഗോലാൻ കുന്നുകളിൽ നിന്ന് ആൽഫ ലൈൻ എന്ന് പറയുന്ന ലൈൻ ഉണ്ട്. അതിനപ്പുറത്തോട്ട് ഒരു കാരണവശാലും ഗോലാൻ കുന്നിന്റെയും ബഫർ സോണിന്റെയും ഇടയിലുള്ള ആൽഫ ലൈൻ ഭേദിച്ച് എത്ര കിലോമീറ്റർ ഉള്ളിലേക്കാണെന്ന് അറിയോ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഇസ്രയേൽ കടന്നിരിക്കുന്നത്. അപ്പൊ ഇസ്രയേലിനെ സംബന്ധിച്ച് ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു പിക്ചർ ഇതോടുകൂടി സാധ്യമാകണം. അവരെ സംബന്ധിച്ച് ഈ നെതന്യാഹു എഴുതിയൊരു പുസ്തകമുണ്ട്, ഫൈറ്റിംഗ് ഫ്രീഡം എന്ന് പറഞ്ഞൊരു പുസ്തകം. ആ പുസ്തകം വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഇസ്രായേലിന് ശത്രുവായിരിക്കുന്ന ഈ മിലിഷ്യ ഗ്രൂപ്പുകൾ, ഹൂത്തികൾ, ഹിസ്ബുള്ള, ഇവരെല്ലാം പേര് പറഞ്ഞതിന് ശേഷമാണ് ഇവർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് വ്യർത്ഥമാണ്. മറിച്ച് ഇവർ എവിടെയാണുള്ളത് ആ രാജ്യത്തിലെ ഭരണകൂടത്തെ മറിച്ചിടുകയാണ് വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ അവിടെ ഈ ടെററിസത്തിനെതിരെ യുദ്ധം ചെയ്യേണ്ടതാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഇതെല്ലാം നടക്കുന്നത്. ഇതിനെ അമേരിക്ക ഏറ്റെടുത്ത് നടത്തുന്നു, പറ്റാത്ത ഇസ്രയേൽ നേരിട്ട് നടത്തുന്നു. അങ്ങനെ ഈ രാജ്യങ്ങളിൽ അശാന്തി ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഇറാഖിൽ നടന്ന എന്താണെന്ന് അറിയാം, ലിബിയ നടന്ന എന്താണെന്ന് നോക്കിയാൽ, ഈജിപ്തിൽ നടന്ന ഈ ഭരണകൂടങ്ങളെല്ലാം പുറത്ത് 7 രാജ്യങ്ങളുടെ പേരാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഇറാനുണ്ട്, ഇറാഖുണ്ട്, ലെബനോനുണ്ട്, സോമാലിയുണ്ട്, സുഡാനുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം അവിടുത്തെ ഭരണകർത്താക്കളെ മറിച്ചിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെററിസത്തിനെതിരെയുള്ള നടപടിയാണ് അദ്ദേഹം പറഞ്ഞിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആയുധ ശേഖരത്തിലേക്ക് ബോംബാക്രമണം നടത്തിയിരുന്നു. പക്ഷെ അത് വിമതരുടെ കയ്യിൽ ഈ ബോംബുകളും ആയുധങ്ങളും കിട്ടേണ്ട അല്ലെങ്കിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന ഒരു അപകടം പരിഗണിച്ചു കൂടിയാവില്ലേ? കിഷോർ, ഇതേ കാര്യമല്ലേ ഇറാഖ് ആക്രമിച്ചപ്പോഴും പറഞ്ഞത്. വലിയൊരു ആയുധ ശേഖരം അവിടെയുണ്ട്, മാസ് ഡിസ്ട്രക്ഷൻ ഉള്ള വെപ്പൺ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൃത്യമായ രീതിയിൽ നെതന്യാഹുവിന് പങ്കുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സമയത്താണ്, ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പ്രസ്താവനയോട് വരുന്നതും. എന്നിട്ട് എവിടെയായിരുന്നു ആയുധങ്ങൾ? അതെന്താണ് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു രാജ്യത്ത് അധിനിവേശം ചെയ്യുമ്പോൾ അതിനുണ്ടാക്കുന്ന ന്യായീകരണങ്ങളെ നമ്മൾ എന്തിനത് സ്വീകരിക്കണം? അവർ അതിർത്തി കടന്നപ്പുറത്ത് പോകേണ്ട എന്ത് കാര്യമാണ് ഇരിക്കുന്നത്? അതേസമയം ഗോലാൻ കുന്നുകളുടെ നേർപകുതി ഭാഗം ഇപ്പോൾ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, ഇസ്രായേലിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിന് നമ്മുടെ പട്ടാളക്കാരനാണോ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പട്ടാളമാണ് ആൽഫ ലൈനിലിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ പീസ് കീപ്പിംഗ് സേനയിൽ ഇരിക്കുന്നത്. ആ പ്രദേശം കടന്നോ അതിനപ്പുറത്ത് കിടന്ന് കിലോമീറ്ററോട് ഉള്ളിൽ ചെന്ന് അധിനിവേശം ചെയ്യുമ്പോൾ നമ്മളത് ഇസ്രായേൽ പറയുന്ന ന്യായത്തിന് പിന്നാലെ പോകേണ്ട ഒരു കാര്യമില്ല. ആയുധങ്ങൾ അവിടെ ഉണ്ട്, ആയുധങ്ങൾ കിട്ടിയാൽ ഇവർക്കെതിരെ പ്രയോഗിക്കും. ഇതൊക്കെ ഒരു ന്യായീകരണം മാത്രമാണ്. ഇതേ ന്യായീകരണമാണ് ഇറാഖ് ആക്രമിച്ചപ്പോഴും ഇസ്രായേൽ പറഞ്ഞ. അവസാനം ടോണി ബ്ലെയർ ഷെമോറയുണ്ടായി, പിന്നീട് പറയുന്ന ഷെമോറസിലല്ല. ഇപ്പോൾ ഇതിന്റെ പിന്നിൽ ഈ ഭരണകൂടങ്ങളെ മറിച്ചിടുന്നതിന് കൃത്യമായ രാഷ്ട്രീയ താല്പര്യം ഇസ്രായേലിനും അമേരിക്കയും ഉണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായം.